അപ്പം നമുക്കിന്നൊരു ഇലയട ഉണ്ടാക്കിയാലോ? ന്യൂസിലൻഡിൽ ഈ ഫ്രഷ് വാഴയില കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്നല്ലേ. ആദ്യം അതിന് നമുക്ക് കുറച്ച് വെള്ളം ബോയിൽ ചെയ്തെടുക്കാം. അതിനകത്ത് ഇച്ചിരി ഉപ്പും നെയ്യും അരിപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം. ഇളക്കിയിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ്സ് മൂടി വെക്കാം കേട്ടോ. അതിൻ്റെ ഒക്കെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിതൊരു നല്ല സോഫ്റ്റ് മാവ് പരുവത്തിന് കുഴച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോക്കനട്ട് മിക്സ് ഉണ്ടാക്കിയാലോ? അതിന് കുറച്ച് പൊടിച്ച ജാഗരിയും വെള്ളം കൂടെ ആദ്യം ബോയിൽ ചെയ്യാം. അത് കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് കോക്കനട്ട്, ഇത് എൻ്റെ കയ്യിൽ ഡെസിക്കേറ്റഡേ ഉള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് നമ്മളൊന്ന് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഈ ഇല നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ മാവ് വെള്ളത്തിൽ തൊട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പൊട്ടത്തില്ല കേട്ടോ. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഈ കോക്കനട്ട് മിക്സും കൂടെ ഇട്ട് നമുക്ക് ശരിക്കും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഞാൻ ഒന്നോ രണ്ടോ അല്ല കേട്ടോ, എനിക്കൊന്നൊരു 5 to 8 അപ്പമെങ്കിലും ഉണ്ടാക്കിയായിരുന്നു. ഈ അപ്പം എല്ലാം ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്കിത് സ്റ്റീമറിനകത്ത് വെച്ച് ഒരു 20 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് എങ്കിലും സ്റ്റീം ചെയ്തെടുക്കണം. എനിക്ക് കുറച്ച് മാവ് അധികം ബാക്കി വന്നതുകൊണ്ട് ഞാനൊരു ചെറിയ കൊഴുക്കട്ടയും കൂടെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് സ്റ്റീം ചെയ്ത് ഇങ്ങനെ റെഡിയായി പരുവത്തിന് വരുമ്പം പിന്നെന്താ, നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യാം. സ്നാക്ക് ഐറ്റമായിട്ട് ഇത് നമുക്ക് കഴിക്കാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡു ലെറ്റ് മീ നോ ഹൗ ഗൈസ് ലൈക്ക്. താങ്ക് യു.